അതെപ്പോഴും പറയുന്ന കാര്യമാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നൊക്കെ പറയുന്നത് വെറുതെ പറ്റിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇന്നലെ തന്നെ എടുത്തുവെന്ന് ശ്രീജിത്ത് പണിക്കർ ഇന്നലെ തന്നെ തീരുമാനം എടുത്തതാണ് കേട്ടോ, പക്ഷെ അത് പറയാൻ വിട്ടുപോയി എന്നുള്ളതാണ്. നോക്കൂ, ഇന്നലെ പറഞ്ഞു കേട്ടത് എന്താണ്? ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും എന്നാണ്. പക്ഷെ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അതിന്റെ ഫലം ഇന്നലെ തന്നെ ഉണ്ടാകണം. ബ്രഹ്മോസ് പ്രയോഗിച്ചാലും ആ ഫലം ഇന്നലെ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ ബ്രഹ്മാസ്ത്രമോ ബ്രഹ്മോസോ ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് കോൺഗ്രസ് ഇവിടെ ടൈം ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും, ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ശ്രീ മുരളീധരനേക്കാൾ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള മറ്റ് ചില നേതാക്കന്മാരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം ഇന്നലെ പ്രയോഗിക്കപ്പെടാതിരുന്നത്. അതുകൊണ്ട് അവര് തീരുമാനിച്ചത് തന്നെ ഒരുപക്ഷെ ഇന്നത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാത്രം ഈ തീരുമാനം പ്രഖ്യാപിക്കാം എന്നാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ റെജി ഈ ചർച്ചയിൽ പറയുന്ന അഭിപ്രായം മറ്റൊന്നാകുമായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലേ എന്ന് പറയുമായിരുന്നു. കോൺഗ്രസ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാത്തത് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് നമുക്കറിയാമല്ലോ, ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കേസിന്റെ മെറിറ്റിലേക്ക് പൂർണ്ണമായിട്ട് കോടതി പോകില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കൊടുക്കാവുന്ന വ്യവസ്ഥകൾ കോടതി ഇതിൽ കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെ ന്യായീകരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ നാണക്കേടിന്റെ വല്ല ആവശ്യവും കോൺഗ്രസിന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. ശ്രീ വി ഡി സതീശൻ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് തന്നെ ഈ പരാതി അല്ലല്ലോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. മറ്റൊരു പരാതിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അനാവശ്യ സംസാരവുമായി ബന്ധപ്പെട്ട് മറ്റു പല സ്ത്രീകളും നേരത്തെ വന്നിരുന്നു. 2 ഔദ്യോഗികമായിട്ടുള്ള പോലീസ് കംപ്ലൈന്റുകൾ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാത്ത മറ്റ് നിരവധി ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിരിക്കുന്ന മോശമായ പെരുമാറ്റത്തിനെ കുറിച്ച്, സംസാരത്തിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളിനെ കുറിച്ച്, കോൺഗ്രസിന് കൃത്യമായ ബോധ്യമുള്ള ഒരാളിനെ കുറിച്ച് ഒരു പരാതി കിട്ടിയ സമയത്ത് ഉടനടി തീരുമാനമെടുത്തു എന്നാണ്. ഇപ്പൊ ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ഈ തീരുമാനം മാതൃകാപരമാണ് എന്ന് പറയുമ്പോൾ എന്താ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഒരു MLA-ക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റുന്നു. ആ സമയം വരെയും റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയില്ല, പോലീസ് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതാണ് നിങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളിന്റെ കേസിലും ശ്രീ A. വിൻസെന്റിന്റെ കേസിലും ഈ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? അവിടെയും കേസുണ്ടായി, അവിടെ അത് സ്ത്രീകളായിരുന്നു, അവിടെയും ഇതിൽ പല ആൾക്കാരും മുങ്ങി നടന്നു, അവിടെയും മുൻകൂർ ജാമ്യത്തിനും മറ്റു കാര്യത്തിനും പോയി. പക്ഷെ അവിടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാതിരുന്നത് ഒരുപക്ഷെ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ബോധ്യമുള്ളത് കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ നിരവധി പെൺകുട്ടികളുണ്ട് എന്നുള്ള ബോധ്യം കോൺഗ്രസിനുള്ളത് കൊണ്ടുമായിരിക്കും. അതല്ലെങ്കിൽ ആദ്യമേ തന്നെ പരാതി വരുന്ന സമയത്ത് മറ്റെന്തൊക്കെ ഡിഫൻസ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അതിൽ ഒന്നുപോലും എടുക്കാതെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ടാകും. ഞാൻ മകളെ പോലെ കരുതുന്ന ഒരാൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതൊഴികെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെയും, നിയമസഭയിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആൾക്കാർ പറയുന്നത് വരെയും, സെപ്പറേറ്റ് ആയിട്ട് വേറെ ബ്ലോക്കിൽ ഇരുത്തിയാൽ മതി അഥവാ അദ്ദേഹം വന്നാൽ തന്നെ എന്നുള്ള കടുത്ത തീരുമാനവും ഒക്കെ എടുക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പരാതി അല്ല എന്നും ഈ പരാതികളിൽ മെറിറ്റ് ഉണ്ട് എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, അത്ര ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ തീരുമാനം ആദ്യമേ എടുത്തിരുന്നെങ്കിലോ? ഇവർക്ക് ഈ തീരുമാനത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചതാണെന്നൊക്കെ പറയാമെങ്കിലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു ആക്ഷേപം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരാളിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതിന് ശേഷവും ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന നിലയ്ക്ക് ഒരൊറ്റ ദിവസം മാത്രം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരാളിനോടൊപ്പം വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ പാർട്ടിയിൽ മറ്റു പരിഗണന നൽകിയാൽ അതിനർത്ഥം എന്താണ്? ശ്രീ സണ്ണി ജോസഫ് വളരെ വിശാല ഹൃദയനായിട്ടുള്ള ആശാനാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാർ. ഇപ്പൊ ഫെനി നൈനാന്റെ ഒക്കെ കേസ് നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത്ര ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ നാണക്കേട്, നമ്മൾ ഈ പറയുമല്ലോ, ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും, ഈ നാറ്റം കോൺഗ്രസിന് ഒഴിവാക്കാമായിരുന്നില്ലേ? ഒരു സംശയമില്ല, ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ശ്രീ AK ഷാനിബിന് കോൺഗ്രസിലെ കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതും.
സരിനും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ന് സരിൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. അത് ശരിയുമാണ്. സരിൻ ഉന്നയിച്ച കാര്യങ്ങൾ, അന്ന് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും നടപടിയെടുക്കാമായിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത് മാറ്റി നിർത്തിയെന്ന് പറയുകയും അതേ സമയത്ത് തന്നെ ഇയാൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദികളിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നെ ജയിപ്പിച്ചവരാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ വോട്ട് ചോദിക്കാൻ എത്താതിരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ അദൃശ്യകരം അപ്പോഴുമുണ്ടല്ലോ. ഇന്ന് ഷാഫി പറയുന്നത് കേട്ടു, ഞാൻ സംഘടനാപരമായ പിന്തുണയെ നൽകിയിട്ടുള്ളൂ, വ്യക്തിപരമായ പിന്തുണയായിരുന്നില്ല എന്ന്. പച്ചക്കള്ളമല്ലേ ഷാഫി പറഞ്ഞത്? തീർച്ചയായും അതെ, തീർച്ചയായും. ഇപ്പോ പിന്നെ പല ആളുകളും ഈ പറയുന്ന സൈക്കോപാത്തിന് എന്തൊക്കെയോ പിന്തുണ കിട്ടുന്നുണ്ട്, രാഷ്ട്രീയ സഹായം കിട്ടുന്നുണ്ട്, ആരൊക്കെയോ കൂടെയുണ്ട് എന്ന രീതിയിലൊക്കെ പറയും. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാട് മുൻ MLA-യും ഇപ്പോ വടകര MP ആയിട്ടിരിക്കുന്ന ഷാഫി പറമ്പിലാണ് അയാളെ അന്നും സഹായിച്ചിട്ടുള്ളത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിലാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. ഞാൻ അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ തന്നെ പറയാം. ഇപ്പോ സ്ഥാനാർത്ഥിയാവുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണല്ലോ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതും ഡോക്ടർ സരീനാണെങ്കിലും പിന്നീട് അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ മാത്രമല്ല, ഇപ്പൊ ഇയാൾ പാർട്ടിക്ക് പുറത്തായല്ലോ, പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഒഴിവാക്കിയെന്നാണല്ലോ പറയുന്നത്. ഈ ഘട്ടത്തിലെങ്കിലും ഞാൻ പറയാണ്, യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്ന ധാരാളം നേതാക്കൾ, ഞാൻ അവരുടെ ഇപ്പൊ മഞ്ജുകുട്ടനെ പോലെയുള്ള കൊല്ലത്തുള്ള നേതാക്കൾ, അതുപോലെ തന്നെ തൃശ്ശൂരുള്ള അഭിലാഷിനെ പോലെയുള്ള നേതാക്കൾ, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പിടി നേതാക്കൾ ഇയാൾക്കെതിരെ നിരവധി തവണ ഇത്തരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഷഹനാസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ പോകുന്നു എന്നറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഷാഫി പറമ്പിലിന് കൃത്യമായിട്ട് സൂചന നൽകിയിട്ടുള്ളതാണ്. ഇയാളെ കൊണ്ടുവന്നാൽ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതെന്താണ്, സംഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ? ഇപ്പോ ഷാഫി പറയുന്നത് ഞാൻ സംഘടനാപരമായ പിന്തുണയാണ്, രാഷ്ട്രീയമായ പിന്തുണയാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഷഹനാസ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇയാളെ കൊണ്ടുവരുമ്പോൾ പെൺകുട്ടികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മാത്രമല്ല, തനിക്കുണ്ടായിട്ടുള്ള അനുഭവം, ഇതാണ് എനിക്കുണ്ടായ അനുഭവം എന്നിവരെ അവർ പറഞ്ഞല്ലോ. മറ്റു പരാതികളെ കുറിച്ചും സൂചനകൾ ഉണ്ടായല്ലോ. ഇത് മാത്രമല്ല, മറ്റു ധാരാളം യുവതികൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മറ്റ് യൂത്ത് കോൺഗ്രസിലെ തന്നെ മറ്റ് സെല്ലുകളുണ്ട്. ആ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഈ ഷാഫി പറമ്പിന് വളരെ കൃത്യമായിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അയാൾ പറയാം, എനിക്ക് രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല. വളരെ കൗതുകം തോന്നി. അതിനകത്ത് ഷഹനാസ് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ അതിൽ നിന്ന്, ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അല്ലെ പാർട്ടിക്ക് രേഖാമൂലമുള്ള പരാതിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഷഹനാസ് നേരിട്ട് പറഞ്ഞതാണ്, ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കരുത്, ഇത് ഇയാളുടെ സ്വഭാവം മോശമാണ് എന്നുള്ള കാര്യം. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓടി വിളിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ഇന്നും ചെയ്തത്. അതെ, ഇന്നും അത്